നമ്മുടെയൊക്കെ നാട്ടിൽ മദ്രസ പഠനം കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രായം നിശ്ചയിച്ചുകൊണ്ട് അറബിക് കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. ആഗ്രഹിക്കുന്നവർ എനിക്ക് അറബി ഭാഷ പഠിക്കണം, ഞാൻ ഈ ഓതുന്ന ഹദീസും ആയത്തും എനിക്ക് മനസ്സിലാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസമുള്ള നല്ല തലച്ചോറുള്ള ഒരുപാട് വിഭാഗം നിരാശപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ 5 വർഷം പഠനം പൂർത്തിയാക്കിയ ആളുകളിൽ വലിയ ഗവൺമെൻറ് കോളേജുകളിൽ പ്രൊഫസർമാരായ ആളുകളുണ്ട്. ഗൾഫിലൊക്കെ വലിയ കമ്പനികളിൽ ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഡോക്ടർമാർ പഠിക്കുന്നുണ്ട്. ഇവർക്കൊന്നും മദ്രസയിലും അറബി കോളേജിലും പോയി പഠിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായിട്ട് വേണം ഈ ഓൺലൈൻ സംവിധാനത്തെ നമ്മൾ കാണാൻ. ഒക്കെ അള്ളാഹു തആലാന്റെ അനുഗ്രഹങ്ങളാണല്ലോ. ഒക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളായി കാണുകയും അതിന് ഉപകാരപ്രദമായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിനും സമൂഹത്തിനും ഉമ്മത്തിനും ഉപകാരപ്രദമായി നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ നിഅമത്തുകളാണ്. ഓൺലൈൻ എന്ന് പറയുന്നതും ഈ ഉമ്മത്തിന് വേണ്ടിയും ഇൽമിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ നിഅമത്തായി മാറുന്നു, അതിനുള്ള ശുക്റുമായിട്ട് മാറുകയാണ്.